ഹലോ കൂട്ടുകാരെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ വീഡിയോ ആണ്. നമ്മുടെ PYQ സീരീസിൽ ഡേ 51 മുതൽ 60 വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു വീഡിയോ. ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നും സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് ചാപ്റ്റേഴ്സും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കണം. PYQ സീരീസിൽ ഓരോ ദിവസങ്ങളിലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നിങ്ങളതൊക്കെ അപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ, ഈ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ശരിയായി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇത് പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേഷൻസ് കണ്ടിട്ട് ഒന്നുകൂടി ക്ലിയർ ചെയ്യുക. 10 ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നിച്ച് ഓരോ 10 ദിവസം കഴിയുമ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിൽ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോഴും അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോർഡ് എക്സാം പ്രിപ്പറേഷനുള്ള നല്ലൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങിയാലോ? ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ, അതിനുശേഷം കറക്ഷൻസിന് വേണ്ടി മാത്രം നമ്മുടെ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സെമി സർക്കിൾ ഓഫ് ഡയാമീറ്റർ D? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് സെമി സർക്കിൾ ഈക്വൽസ് ടു 1/2 πr². ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയാമീറ്റർ D എന്നാണ് തന്നിട്ടുള്ളത്. ഡയാമീറ്റർ ഈക്വൽസ് ടു D. Therefore, radius r equals to d/2. So, area equals to 1/2 into pi into d/2 whole square equals to 1/2 into pi into d square by 2 square equals to pi into d square is pi d square by 2 into 2 square is 8 equals to 1/8 pi d square. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഇൻ ദ ഗിവൺ ഫിഗർ ദ ഏരിയ ഓഫ് ദ സെഗ്മെന്റ് ACB ഈസ്, നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഇത്രയും ഭാഗത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സെക്ടർ AOBCAയുടെ മുഴുവനായിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഗ്മെന്റ് ACBയുടെ ഏരിയ കിട്ടും. ഏരിയ ഓഫ് സെഗ്മെന്റ് ACB ഈക്വൽസ് ടു ഏരിയ ഓഫ് സെക്ടർ AOBCA മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. ആദ്യം ഏരിയ ഓഫ് സെക്ടർ AOBCA കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സെക്ടർ AOBCA ഈക്വൽസ് ടു θ/360 ഇൻറ്റു πr². ഇവിടെ തീറ്റ ഈക്വൽസ് ടു 90 ഡിഗ്രി. സോ 90/360 ഇൻറ്റു πr² ഈക്വൽസ് ടു, ഈ 2 കോമൺ സീറോസും കട്ട് ചെയ്യാം. 9ൽ 9 1 ടൈം, 36ൽ 9 4 ടൈംസ്. അപ്പോൾ നമുക്ക് 1/4 πr² എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB നോക്കാം. ഹാഫ് BH. ക്വസ്റ്റ്യനിൽ ബേസും ഹൈറ്റും 6 തന്നെയാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു r into r equals to 1/2 r². Therefore, area of segment ACB equals to 1/4 πr² minus 1/2 r² equals to, രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അതിനുവേണ്ടി into 2 equals to 1/4 πr² minus 2r²/4. r²/4 കോമൺ ആയിട്ട് എടുക്കാം. into pi minus 2. Option A is the right answer. A plot is in the form of a rectangle ABCD having semicircle on BC as shown in the figure. The semicircle portion is grassy while the remaining plot is without grass. Find the area of the plot without grass where AB equals to 60 meter and BC equals to 28 meter. Use pi equals to 22/7. ഇത് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു റെക്ടാങ്കുലർ പ്ലോട്ടാണ് തന്നിട്ടുള്ളത്. അതിൽ BC എന്ന സൈഡിൽ ഒരു സെമി സർക്കിൾ ഉണ്ട്. സെമി സർക്കിൾ പോർഷൻ ഈസ് ഗ്രാസി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദ പ്ലോട്ട് വിത്തൗട്ട് ഗ്രാസ് ആണ്. അതിനായിട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് സെമി സർക്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യാം. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും അറിയണം. നമുക്ക് ലെങ്ത്ത് AB ആണ്, ബ്രെഡ്ത്ത് BC ആണ്. ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽസ് ടു AB ഈക്വൽസ് ടു 60 മീറ്റർ. Breadth of rectangle
BC equals to 28 meter. Therefore, area of the rectangle length into breadth equals to 60 into 28 equals to 1680 meter square. ഇനി സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം നമുക്ക്. ഡയമീറ്റർ ഓഫ് സെമി സർക്കിൾ BC equals to 28 meter. Therefore, radius equals to 28 by 2 equals to 14 meter. Area of grassy portion equals to pi r square by 2. Pi is 22 by 7 into r is 14. 14 into 14 by 2. 22 ഉം 2 ഉം കൂടെ കട്ട് ചെയ്യാം. 2 will 2 1 time, 2 will 2 1 time, 2 will 2 1 time. 7 ഉം 14 ഉം കൂടി കട്ട് ചെയ്യാം. 14 7 2 times, 7 7 1 time. 11 into 2 into 14. 11 into 2 is 22. 22 into 14 is 308 meter square. ഇപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കുലർ പ്ലോട്ടിന്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെമി സർക്കിൾ പാർട്ടിന്റെ ഏരിയയും കിട്ടിയിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിൾ പ്ലോട്ടിന്റെ ഏരിയയിൽ നിന്ന് സെമി സർക്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യാം. Therefore, area of the plot without grass equals to 1680 meter square minus 308 meter square equals to 1362 meter square. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? In figure, arcs have been drawn with radii 14 cm each and with centers P, Q and R. Find the area of the shaded region. ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലും ഓരോ ആർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കിന്റെ റേഡിയസ് 14 സെന്റിമീറ്റർ ആണ്. ഈ ഷെയ്ഡഡ് പാർട്സിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഓരോ സെക്ടേഴ്സിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽസ് ടു theta by 360 into pi r square. Radius r equals to 14 centimeter. പി സെന്റർ ആയിട്ടുള്ള സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സെക്ടർ ഓൺ പി ഈക്വൽസ് ടു ആംഗിൾ പി by 360 into pi into 14 square. അതുപോലെ തന്നെ ഏരിയ ഓഫ് സെക്ടർ ഓൺ Q equals to angle Q by 360 into pi into 14 square. എല്ലാ സെക്ടറിന്റെയും റേഡിയസ് 14 തന്നെയാണ്. ഏരിയ ഓഫ് സെക്ടർ ഓൺ R equals to angle R by 360 into pi into 14 square. Therefore, area of shaded region equals to, നമുക്ക് ഈ 3 ഏരിയാസും ഒന്ന് ആഡ് ചെയ്യാം. ആംഗിൾ പി ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു 14 സ്ക്വയർ പ്ലസ് ആംഗിൾ ക്യൂ ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു 14 സ്ക്വയർ പ്ലസ് ആംഗിൾ ആർ ബൈ 360 into pi into 14 square. Pi into 14 square by 360 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. pi into 14 square by 360. ഇനി ബ്രാക്കറ്റിനകത്ത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ. ഈ ആംഗിൾ പി, ആംഗിൾ ക്യൂ ആൻഡ് ആംഗിൾ ആർ ആർ ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. pi into 14 square by 360 into angle P plus angle Q plus angle R equals to 180 degree by angle sum property. Pi യുടെ വാല്യൂ 22 by 7 into 14 into 14 by 360 into 180. ഈ രണ്ട് സീറോസും കട്ട് ചെയ്യാം. 18ഉം 36ഉം കൂടെ കട്ട് ചെയ്യാം. 18 1 ടൈം, 36ൽ 2 ടൈംസ്. 7ഉം 14ഉം കൂടെ കട്ട് ചെയ്യാം. 7ൽ 7 1 ടൈം, 14ൽ 7 2 ടൈംസ്. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആവും. ഇപ്പോൾ 22 into 14 ഈക്വൽസ് ടു 308 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. Governing Council of a local public development authority of Dehradun decided to build an adventurous playground on the top of a hill, which will have adequate space for parking. After survey, it was decided to build rectangular playground with a semicircular area allotted for parking at one end of the playground.
The length and breadth of the rectangular playground are 14 units and 7 units respectively. There are 2 quadrants of radius 2 units on one side for special seats. Based on the above information, answer the following questions. What is the total perimeter of the parking area? What is the total area of parking area and the 2 quadrants? What is the ratio of area of playground to the area of parking area? Find the cost of fencing the playground and parking area at the rate of ₹2 per unit. ഇത് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു പ്ലേ ഗ്രൗണ്ട്, ആ പ്ലേ ഗ്രൗണ്ടിന്റെ പുറത്തായിട്ട് ഒരു സെമി സർക്കിൾ ഷേപ്പിലുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒരു സൈഡിൽ 2 ക്വാഡ്രന്റ്സിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദ പാർക്കിംഗ് ഏരിയ? പാർക്കിംഗ് ഏരിയയുടെ പെരിമീറ്റർ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ലെങ്ത് ആണ് ആവശ്യമുള്ളത്. അതിനായിട്ട് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ പ്ലസ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ഒരു ലെങ്ത് കൂടെ ആവശ്യമുണ്ട്. പെരിമീറ്റർ ഓഫ് പാർക്കിംഗ് ഏരിയ ഈക്വൽസ് ടു സർക്കംഫറൻസ് ഓഫ് സെമി സർക്കിൾ പ്ലസ് 2r. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അതിൻ്റെ റേഡിയസ് ആയിരിക്കും. അത് r ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും r തന്നെ. r പ്ലസ് r ഈസ് 2r ഈക്വൽസ് ടു കോമൺ ആയിട്ട് r പുറത്തെടുക്കാം. 5 പ്ലസ് 2 r ഈക്വൽസ് ടു ഈ ഫുൾ ലെങ്ത് 7 യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് ആയിരിക്കും r. 7/2 7/2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 പ്ലസ് 2 ഈക്വൽസ് ടു 7/2. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാനായിട്ട് LCM ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 22/7 പ്ലസ് 2 ഇൻറ്റു 7/7 ഈക്വൽസ് ടു 7/2 ഇൻറ്റു 22 പ്ലസ് 14/7 ഈക്വൽസ് ടു 7/2 ഇൻറ്റു 36/7. ഈ 7ഉം ഈ 7ഉം ക്യാൻസൽ ആവും. 36ൽ 2 18 ടൈംസ്, 2ൽ 2 1 ടൈം, ദെൻ 18 യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് പാർക്കിംഗ് ആൻഡ് 2 ക്വാഡ്രന്റ്സ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഭാഗത്തിൻ്റെയും അതുപോലെ ഈ 2 ക്വാഡ്രന്റ്സിൻ്റെയും ടോട്ടൽ ഏരിയ ആണ്. ടോട്ടൽ ഏരിയ ഓഫ് പാർക്കിംഗ് ആൻഡ് 2 ക്വാഡ്രന്റ്സ് ഈക്വൽസ് ടു ഏരിയ ഓഫ് സെമി സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് 2 quadrants equals to area of semicircle is pi r square by 2 plus area of quadrants is 2 into pi r square by 4. 2 will 2 1 time, 4 will 2 2 times, pi r square by 2 plus pi r square by 2. ഇവിടെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും യൂസ് ചെയ്യാൻ കാരണം ഈ സെമി സർക്കിളിന്റെ റേഡിയസും ക്വാഡ്രന്റ്സിന്റെ റേഡിയസും ഡിഫറെന്റ് ആണ്. രണ്ടും സെയിം അല്ല. ക്യാപിറ്റൽ ആർ ഇസ് റേഡിയസ് ഓഫ് സെമി സർക്കിൾ, സ്മോൾ ആർ ഇസ് റേഡിയസ് ഓഫ് ക്വാഡ്രന്റ്സ്. ഇതിൽ നിന്നും π/2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. r square പ്ലസ് സ്മോൾ r square. റേഡിയസ് ഓഫ് സെമി സർക്കിൾ is 7/2. റേഡിയസ് ഓഫ് ക്വാഡ്രന്റ്സ് is 2. 1/2 into 22/7. r square is 7/2 whole square plus 2 square. Therefore, നമുക്ക് ഇവിടെ ഈ 2ഉം 22ഉം കൂടെ കട്ട് ചെയ്യാം. 2ൽ 2 1 time, 2ൽ 2 1 time, 2ൽ 2 1 time. അപ്പോൾ 11/7. 7 square is 49 by 2 square is 4 plus 2 square is 4 equals to 11/7 into denominators സെയിം ആവാനായിട്ട് 49 plus 4 into 4 by 4 എന്ന് എഴുതാം. ഈക്വൽസ് ടു 11/7 into 49 plus 16/4. 11/7 into 65/4 equals to 11 into 65 is 715 by 7 into 4 is 28 unit square. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 25.54 യൂണിറ്റ് സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? പാർട്ട് ബിയിലെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് പ്ലേ ഗ്രൗണ്ട് ടു ദ ഏരിയ ഓഫ് പാർക്കിംഗ് ഏരിയ? പാർക്കിംഗ് ഏരിയയും പ്ലേ ഗ്രൗണ്ടും കൂടെയുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ ഓഫ് പ്ലേ ഗ്രൗണ്ട് ഈക്വൽസ് ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പ്ലേ ഗ്രൗണ്ടിൻ്റെ ലെങ്ത് 14 യൂണിറ്റ്സ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് 7 യൂണിറ്റ്സ്. ഏരിയ ഓഫ് പാർക്കിംഗ് pi r square by 2. Radius is 7/2
1/2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 7/2 ഇൻറ്റു 7/2. 22ഉം 2ഉം കൂടെ കട്ട് ചെയ്യാം നമുക്ക്. 2ൽ 2 1 ടൈം, 2ൽ 2 1 ടൈം, 2ൽ 2 1 ടൈം. ഈ രണ്ട് 7ഉം ക്യാൻസൽ ആവും. 11 ഇൻറ്റു 7/4. 11 ഇൻറ്റു 7 is 77/4 unit square. Therefore, ratio equals to area of playground by area of parking equals to area of playground is 14 into 7 by area of parking is 77/4 equals to 14 into 7 into 4/77. 14ഉം 77ഉം കട്ട് ചെയ്യാം. 14ൽ 7 2 times, 77ൽ 11 times equals to 2 into 7 is 14, 14 into 4 is 56/11. Then ratio is 56:11. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the cost of fencing the playground and parking area at the rate of ₹2 per unit. Length of fencing equals to perimeter of rectangular playground plus perimeter of parking area equals to 2 into L plus B plus pi r. 2 into length is 14 plus breadth is 7 plus 22/7 into 7/2. 7ഉം 7ഉം ക്യാൻസൽ ചെയ്യാം. 2ൽ 2 1 time, 2ൽ 2 1 time, 2ൽ 2 1 time. 2 into 14 plus 7 is 21 plus 11 equals to 42 plus 11, 53 units. Therefore, cost of fencing equals to per unit 2 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 53 യൂണിറ്റ്സ് ആണുള്ളത്. 53 into 2 equals to ₹106. മനസ്സിലായല്ലോ? The radius of the largest right circular cone that can be cut out from a cube of edge 4.2 cm. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈക്വൽസ് ടു 4.2 cm. Therefore, diameter of bases of large cone 4.2 cm. Diameter 4.2 cm ആണെങ്കിൽ radius equals to half of diameter, that is 4.2/2 equals to 2.1 cm. Option B is the right answer. The radii of two cylinders are in the ratio 2:3 and their heights are in the ratio 5:3. The ratio of their volumes is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 സിലിണ്ടേഴ്സിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോസും ഹൈറ്റ്സിൻ്റെ റേഷ്യോസും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് വോളിയംസിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് ദ റേഡിയസ് ഓഫ് സിലിണ്ടേഴ്സ് ബി 2x and 3x and the height of cylinders be 5y and 3y. Therefore, volume of first cylinder equals to pi r square h. Pi into radius 2x ആയിട്ട് എടുക്കാം. 2x into 2x into height is 5y equals to pi into 4x square into 5y. Volume of second cylinder equals to pi r square h. Pi into radius is 3x. 3x into 3x into 3y. Ratio of volumes equals to volume of first cylinder by volume of second cylinder equals to pi into 4x square into 5y by pi into 9x square into 3y. പൈയും പൈയും ക്യാൻസൽ ആവും. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസൽ ആവും. y and y ക്യാൻസൽ. 4 into 5 is 20 by 9 into 3 is 27 equals to 20:27. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 2 cubes each of volume 64 cm cube are joined end to end. Find the surface area of the resulting cuboid. ഇത് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 64 cm ക്യൂബ് വോളിയത്തിലുള്ള 2 ക്യൂബ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് ചെയ്ത് നോക്കാം. വോളിയം ഓഫ് ക്യൂബ് ഈക്വൽസ് ടു എ ക്യൂബ്. ഇവിടെ ക്യൂബിന്റെ വോളിയം 64 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. എ ക്യൂബ് ഈക്വൽസ് ടു 64 സെന്റിമീറ്റർ ക്യൂബ്. എ ഈക്വൽസ് ടു ക്യൂബിക് റൂട്ട് ഓഫ് 64 ഈക്വൽസ് ടു 4 സെന്റിമീറ്റർ. ക്യൂബിന്റെ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ ഡബിൾ ആയിരിക്കും ക്യൂബോയിഡിന്റെ ലെങ്ത്. ലെങ്ത് ഓഫ് ക്യൂബോയിഡ് ഈക്വൽസ് ടു 4 + 4 equals to 8 centimeter. Breadth equals to 4 centimeter. Height is also 4 centimeter. Therefore, surface area of cuboid equals to 2 into LB plus BH plus HL equals to 2 into length is 8 centimeter. 8 into breadth is 4 centimeter plus 4 into 4 plus 4 into 8 equals to 2 into 8 4s are 32 plus 4 4s are 16 plus 4 8s are 32 equals to 2 into 32 plus 16 plus 32 is 80. 2 into 80 is 160 centimeter square. ഇതാണ് നമ്മുടെ ആൻസർ. A tent is in the shape of a cylinder surmounted by a conical top. If the height and diameter of the cylindrical part are 2.1 meter and 4 meter respectively, and the slant height of the top is 2.8 meter, find the area of the canvas used for making the tent. Also find the cost of the canvas of the tent at the rate of rupees 500 per meter square. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദ ക്യാൻവാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ടെന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് ഓഫ് ദ ടെന്റ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 500 per meter square. അപ്പോൾ ഈ തന്നിട്ടുള്ള മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. ടെന്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ സിലിണ്ടർ ആൻഡ് എ കോൺ. ഹൈറ്റും ഡയാമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് L equals to 2.8 meter. Diameter equals to 4 meter. Therefore, radius 4/2 equals to 2 meter. Height of cylinder 2.1 meter. Therefore, the surface area of the tent equals to surface area of the cone plus surface area of the cylinder. Surface area of the cone is pi RL plus surface area of the cylinder is 2 pi RH equals to pi R common ആയിട്ട് പുറത്തെടുക്കാം. L plus 2H. അറിയാവുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. pi equals to 22/7. Radius R is 2 meter and slant height L is 2.8 meter and height of the cylinder is 2.1 meter. L equals to 2.8 meter. R equals to 2 meter, H equals to 2.1 meter. So 22/7 into 2, 2.8 plus 2 into 2.1 equals to 22 into 2 is 44/7 into 2.8 plus 2 into 2.1 is 4.2 equals to 44/7 into 2.8 plus 4.2 is 7. 7 7 cancel ആവും. 44 meter square. So the surface area of the tent equals to 44 meter square. Therefore, the total cost of canvas equals to surface area of the tent into cost per meter square. Surface area of tent is 44 into cost per meter square is 500 equals to rupees 44 into 500 is 22,000 rupees. മനസ്സിലായല്ലോ? ഇതൊരു കേസ് സ്റ്റഡി ബേസ് ക്വസ്റ്റ്യൻ ആണ്. A pen stand made of wood is in the shape of a cuboid with 4 conical depressions to hold pens. The dimensions of the cuboid are 15 cm by 10 cm by 3.5 cm. The radius of each of the depressions is 0.5 cm and the depth is 1.4 cm. Based on the above information, answer the following questions. Find the volume of 4 conical depressions in the entire stand. Find the volume of wood in the entire stand. Or 3 cubes each of side 15 cm are joined end to end. Find the total surface area of the resulting cuboid. Surface areas and volumes എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്.
നമുക്കൊരു പെൻ ഹോൾഡറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഈ 4 ഡിപ്രഷൻസിൻ്റെ വോളിയം ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ എൻ്റയർ സ്റ്റാൻഡിൻ്റെ വോളിയം കൂടെ കണ്ടുപിടിക്കണം. പിന്നെ ഇതിൽ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ വോളിയം ഓഫ് 4 കോണിക്കൽ ഡിപ്രഷൻസ് ഇൻ ദ എൻ്റയർ സ്റ്റാൻഡ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ 4 പെൻസ് വെക്കാനായിട്ട് ഇതുപോലെ 4 കോണിക്കൽ ഡിപ്രഷൻസ് ഉണ്ട്. അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഡയമെൻഷൻസ് ഓഫ് ക്യൂബോയിഡ് ആർ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ ആൻഡ് 3.5 സെൻറ്റിമീറ്റർ. Therefore, volume of the cuboid equals to L into B into H equals to 15 into 10 into 3.5. 15 into 10 into 3.5 equals to 525 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കോണിക്കൽ ഡിപ്രഷൻസിൻ്റെ വോളിയാണ്. അതിൻ്റെ റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്തും ക്വസ്റ്റ്യനിലുണ്ട് 1.4 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ഈച്ച് കോണിക്കൽ ഡിപ്രഷൻ R equals to 0.5 centimeter equals to 5/10 centimeter, and depth H equals to 1.4 centimeter equals to 14/10 centimeter. 0.5ഉം 1.4ഉം ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തത് ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആവാനായിട്ടാണ്. സോ വോളിയം ഓഫ് ഈച്ച് ഡിപ്രഷൻ ഈക്വൽസ് ടു 1/3 pi r square h. Therefore, volume of 4 depressions equals to 4 into 1/3 pi r square h equals to 4 into 1/3 into 22/7 into 5/10 into 5/10 into 14/10. ഇതെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. 5ൽ 5 1 ടൈം, 10ൽ 5 2 ടൈംസ്, 5ൽ 5 1 ടൈം, 10ൽ 5 2 ടൈംസ്, 14ൽ 2 7 ടൈംസ്, 10ൽ 2 5 ടൈംസ്. ഈ 7ഉം ഈ 7ഉം ക്യാൻസൽ ആവും. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈംസ്, 2ൽ 2 1 ടൈം, 2ൽ 2 1 ടൈം, 2ൽ 2 1 ടൈം ഈക്വൽസ് ടു 2 into 11/3 into 5 22/15 സെൻറ്റിമീറ്റർ ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് വുഡ് ഇൻ ദ എൻ്റയർ സ്റ്റാൻഡ്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുഴുവനായിട്ട് വോളിയം കണ്ടുപിടിക്കാനായിട്ട് ക്യൂബോയിഡിൻ്റെ വോളിയത്തിൽ നിന്നും ഡിപ്രഷൻസിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്യണം. വോളിയം ഓഫ് വുഡ് ഇൻ എൻ്റയർ സ്റ്റാൻഡ് ഈക്വൽസ് ടു വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 ഡിപ്രഷൻസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വോളിയം ഓഫ് ക്യൂബോയിഡും വോളിയം ഓഫ് 4 ഡിപ്രഷൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽസ് ടു 525 സെൻറ്റിമീറ്റർ ക്യൂബ് മൈനസ് വോളിയം ഓഫ് 4 ഡിപ്രഷൻസ് ഈസ് 22/15 സെൻറ്റിമീറ്റർ ക്യൂബ് ഈക്വൽസ് ടു ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാനായിട്ട് നമുക്ക് 525 into 15 minus 22/15 എന്ന് എഴുതാം. 525 into 15 is 7,875 minus 22/15. 7,875 minus 22 is 7,853/15 equals to 523.53 സെൻറ്റിമീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. 3 cubes each of side 15 centimeter are joined end to end. Find the total surface area of the resulting cuboid. 15 സെൻറ്റിമീറ്ററിലുള്ള 3 ക്യൂബ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു ക്യൂബിൻ്റെ സൈഡ് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് റിസൾട്ടിങ് ക്യൂബോയിഡ് L equals to 15 plus 15 plus 15 equals to 45, and breadth B equals to 15 centimeter and height H equals to 15 centimeter. Therefore, total surface area of the cuboid equals to 2 into LB plus BH plus HL equals to 2 into 45 into 15 plus 15 into 15 plus 15 into 45 equals to 2 into 45 into 15 is 675 plus 15 into 15 is 225 plus 5 into 45 is 675 equals to 2 into 675 plus 225 plus 675 is
1575 equals to 2 into 1575 is 3150 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.